ഇന്ന് ഞാൻ ആസ്മയെ പറ്റിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. സാധാരണയായിട്ടുള്ള നമ്മൾ ശ്വാസകോശ രോഗങ്ങളെടുത്താൽ ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, സാംക്രമിക രോഗമല്ലാത്ത ഒരു അസുഖം ആസ്മയാണ്. ഇപ്പം നമ്മൾ ലോകമെമ്പാടുമുള്ള കണക്കെടുത്താൽ 10 ആസ്മ രോഗികളെ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരാൾ ഇന്ത്യക്കാരനായിരിക്കും. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ആസ്മയുടെ പ്രിവലൻസ് നമുക്ക് മനസ്സിലാക്കും. കാരണം ഇതിപ്പം നമുക്ക് ആസ്മയും അലർജിയും പരസ്പരം ഇൻ്റർറിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസാണ്. നമുക്ക് ഇപ്പം മഴക്കാലമായി, സ്കൂളൊക്കെ തുറക്കുന്ന സമയമായി, കുട്ടികളിൽ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും ഒക്കെ കാണാം. ഇത് ഈ അലർജി ആസ്മ ഉള്ള ബേസ് ലൈൻ അലർജി ആസ്മ ഉള്ള കുട്ടികൾക്ക് ഈ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് അവരുടെ ആസ്മ വേഴ്സൺ ചെയ്യാനും പിന്നെ അത് ന്യൂമോണിയ പ്രോഗ്രസ് ചെയ്ത് ന്യൂമോണിയായി മാറാനും ഒക്കെ ഉള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാലാവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ആസ്മ രോഗികൾ ഇത് കൊച്ചുകുട്ടികളായാലും മുതിർന്നവരായാലും എടുക്കേണ്ട ബേസിക് പ്രിക്കോഷൻസിനെ പറ്റിയായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആസ്മ പേഷ്യൻസ് ഓൾറെഡി ഡയഗ്നോസ്ഡും ട്രീറ്റഡ് ആയിട്ടുള്ള ആസ്മ പേഷ്യൻസ് അവർ സ്റ്റേബിളായിരിക്കുമ്പോൾ അവർ യൂസ് ചെയ്യുന്ന ഒരു മരുന്ന് കാണും. ഡോക്ടർ ഒരു ഇൻഹേലർ പ്രിസ്ക്രൈബ് ചെയ്ത് കാണും. ആ ഇൻഹേലർ ഇൻഹേലേഴ്സ് കറക്റ്റായിട്ട് ഡോസ് തെറ്റാതെ എടുക്കുക. പിന്നെ നമ്മൾക്ക് ഈ റെഗുലറായിട്ട് നമ്മൾ സ്റ്റേബിളായിട്ട് പോകുന്ന അവസ്ഥയിൽ നമുക്ക് എന്തെങ്കിലും നമ്മളുടെ രോഗലക്ഷണങ്ങൾ, ഒരു വേഴ്സണിങ്, ഒരു ചേഞ്ച് ഓഫ് സിംറ്റംസ് നമ്മൾ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഒരു ആസ്മ വേഴ്സണിങ് വരാൻ പോകുന്നതെന്നാണ്. അപ്പോൾ ആസ്മ വേഴ്സണിങ് വരാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള ലക്ഷണങ്ങൾ ഒന്ന് മേ ബി അവർക്ക് ഒരു ചെറിയ ഫ്ലൂ പോലെയുള്ള ഇൻഫെക്ഷൻസ്, ജലദോഷപ്പനി പോലെ വന്നിട്ടാകാം ഇത് വരുന്നത്. പിന്നെ ഒന്ന് അവർക്ക് ശ്വാസതടസ്സം അവർക്ക് ഫീൽ ചെയ്ത് തുടങ്ങുകയും ചുമ, തൊണ്ടവേദന, ഇതുപോലെ പിന്നെ അപ്പർ റെസ്പിറേറ്ററി സിംറ്റംസ്, മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, ഇതെല്ലാം വേഴ്സണിങ് ചെയ്യുന്നൊരു കണ്ടീഷൻ വരുവാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം അവരുടെ ആസ്മയും വേഴ്സൺ ചെയ്ത് ഫ്ലെയർ അപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് എന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ തീർച്ചയായിട്ടും അവർ യൂസ് ചെയ്യുന്ന ഇൻഹേലേഴ്സ് പ്രൊപ്പോർഷനേറ്റായിട്ട് കൂട്ടാനായിട്ട് ഡോക്ടർ നേരത്തെ അഡ്വൈസ് ചെയ്ത് കൊടുത്തു കാണും. അതുപോലെ അവരുടെ പ്രിവെൻറ്റീവ് മെഡിക്കേഷൻസ് എന്തൊക്കെയാണെങ്കിലും അതിൻ്റെ ഡോസ് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് കൂട്ടുകയും, പിന്നെ ബാക്കിയുള്ള ഇത് നമുക്കൊരു ഫ്ലൂ ആയിട്ടാണ് സാധാരണ നമുക്ക് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ കാണുന്നത്. എന്ന് വെച്ചാൽ ഫ്ലൂവിന് പ്രത്യേകിച്ചൊരു ട്രീറ്റ്മെൻറ്റ് വേണ്ട, പ്രോപ്പറായിട്ട് റെസ്റ്റും പിന്നെ ഫ്ലൂയിഡ് ഇൻടേക്കും എല്ലാം മതി. അതുപോലെ ആരോഗ്യം, സംരക്ഷണം എന്നുള്ള കാര്യങ്ങൾ, പ്രോപ്പറായിട്ട് അഡിക്വേറ്റ് റെസ്റ്റും ഒക്കെ എടുത്ത് പോവുക. അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ പോലെ ഇൻഹേലേഴ്സ് സാധാരണ എടുക്കുന്ന ബേസ് ലൈനിൽ നിന്ന് ഡോസ് കൂട്ടുകയും ചെയ്യുക. പിന്നെ ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ ഒരു ഇമ്പോർട്ടൻ്റ് വേറൊരു കാര്യമാണ് വാക്സിനേഷൻസ്. ഇൻഫെക്ഷൻസ് വരാതിരിക്കാനായിട്ട് ഈ ഫ്ലൂ വാക്സിൻ വർഷം കൊച്ചുകുട്ടികളായാലും മുതിർന്നവരായാലും പ്രായം ചെന്നവരാണെങ്കിലും ഫ്ലൂ വാക്സിനേഷൻ വർഷം എടുക്കുന്നത് നമ്മുടെ ആസ്മ വേഴ്സണിങ് ഒരു പരിധിവരെ തടയും. കാരണം നമുക്ക് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണ്, യൂഷ്വലി വൈറൽ ഇൻഫെക്ഷൻസ് ആണ് ആസ്മ വേഴ്സണിങ് ആയിട്ട് ഒരു ട്രിഗർ ഫാക്ടറായിട്ട് കാണുന്നത്, ബാക്കി എൻവയറമെൻ്റൽ ഫാക്ടേഴ്സൊക്കെ ഒഴിച്ചാൽ. അപ്പം ഈ ഒരു വാക്സിനേഷൻ വഴി നമുക്ക് റെക്കറൻറ്റ് ആസ്മ വേഴ്സണിങ്, ചില ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുള്ള നമ്മൾ ആസ്മ വേഴ്സണിങ് എന്ന് പറയുന്നത് മിക്കവാറും ഭയങ്കര തണുപ്പ് എക്സ്പോഷർ കൊണ്ടുള്ള എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷൻസ് നമ്മൾ എക്സ്പോസ് ചെയ്തുകൊണ്ടുള്ള വേഴ്സണിങ് ആയിരിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ മിക്കവാറും ഒരു വൈറൽ ഇൻഫെക്ഷൻ, അപ്പർ റെസ്പിറേറ്ററി വൈറൽ ഇൻഫെക്ഷൻ ആയിരിക്കാം അത് ട്രിഗർ ചെയ്യുന്നത്. അപ്പം ഇത് ഒരു പരിധി വരെ തടയാനായിട്ട് ഇയർലി വാക്സിനേഷൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉള്ളത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ്. റെഗുലറായിട്ട്
നമ്മൾ വ്യായാമം ചെയ്യുക. ഇപ്പം മഴക്കാലത്ത് ഔട്ട്ഡോർ എക്സസൈസസ് നമുക്ക് പാടായിരിക്കും. അതിന് പകരം നമുക്ക് ഇരുന്നു കൊണ്ട് ചെയ്യാവുന്നത് ശ്വാസകോശ നമ്മുടെ എയർവേ നമുക്ക് എക്സസൈസസ് ഒരുപാടെണ്ണം ഉണ്ട്. അത് യോഗ അങ്ങനെയുള്ളതൊക്കെ ശീലിക്കുന്നവർ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് സമയം കണ്ടെത്തണം. പിന്നെ അഡിക്വേറ്റ് നമ്മൾക്ക് ഈ തണുപ്പ് സമയത്ത് നമ്മൾ വെള്ളം കുടിക്കുന്നത് കുറയും. അപ്പം അഡിക്വേറ്റ് ആയിട്ട് ഫ്ലൂയിഡ് ഇൻടേക്കും ആവശ്യമാണ്. പിന്നെ ദുശീലങ്ങളുള്ളവർ, പുകവലി ശീലമൊക്കെ ഉള്ളവർ കഴിവതും അത് നിർത്താൻ ഉള്ള എഫേർട്സ് എടുക്കുക. പിന്നെ കഴിവതും നമുക്ക് വീട്ടിൽ അംഗത്തിന് ആസ്മ ഉണ്ടെങ്കിൽ, ആസ്മ അലർജി ഉണ്ടെങ്കിൽ വീട്ടിൽ നമ്മുടെ ഈ ഇൻഡോർ നമുക്കകത്ത് സാമ്പ്രാണിയൊക്കെ മഴക്കാലം ആകുമ്പോഴേ കൊതുകിനെയൊക്കെ അകറ്റാനായിട്ട് സാമ്പ്രാണിയൊക്കെ പുകയ്ക്കുന്ന ശീലമൊക്കെ നമ്മൾ പഴമക്കാർ അനുകരിക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പരമാവധി അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്.